തിരുവനന്തപുരം ജൂബിലി ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയയ്ക്കിടെ ലോഹഭാഗം എല്ലിൽ തുളച്ചു കയറി എന്നാണ് പരാതി. മലയൻകീഴ് സ്വദേശി ജിജിൻ ജോസിന്റെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഇത് സംഭവിച്ചത് എപ്പോഴാണ് എന്നതാണ് വിശദാംശങ്ങൾ എന്താണ്? മാസം, അതായത് ക്ഷമിക്കണം, കഴിഞ്ഞ നവംബർ 17-ാം തീയതിയാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. കഴിഞ്ഞ നവംബർ 17-ാം തീയതി നട്ടലിന് വേദനയുമായി എത്തിയ ജിജിൻ ജോസിനെ നട്ടലിൽ ശസ്ത്രക്രിയ നടത്തി. രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയുള്ള ശസ്ത്രക്രിയയാണ് നടത്തിയത്. പക്ഷേ ഈ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത്, ഈ എല്ലിൽ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ആ ഡ്രില്ലിംഗ് മെഷീന്റെ ഒരു ഭാഗം ഒടിഞ്ഞ് എല്ലിൽ കയറുകയാണ് ഉണ്ടായത്. അത് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം റിവ്യൂവിൽ വന്നപ്പോഴും തനിക്ക് കലശലായ വേദനയുണ്ട് എന്ന് ഡോക്ടറോട് പറഞ്ഞിട്ടും ഡോക്ടർ അത് ശ്രദ്ധിച്ചില്ല. അതേ തുടർന്ന് ഗുരുതരമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇപ്പോൾ ആ ഒടിഞ്ഞുപോയ ലോഹ കഷ്ണം തിരികെ എടുക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലിന്റെ ഭാഗമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ പിഴവ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും അനാസ്ഥയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് എന്നാണ് പരാതി. ഡോക്ടേഴ്സിന്റെ പ്രതികരണം തേടിയിട്ടില്ലേ? അവരെന്താണ് പറഞ്ഞത്? അനുജ, ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുടെയോ ഡോക്ടർമാരുടെയോ പ്രതികരണം ലഭ്യമായിട്ടില്ല. അനുജ, അപ്പോൾ എന്താണ് ഇനി ഇതിൽ അടുത്ത പരിഹാരം? അല്ലെങ്കിൽ ഈ ഡോക്ടർമാരോട് സംസാരിച്ചില്ലേ ഇദ്ദേഹം? അദ്ദേഹത്തോട്, ജിജിനോട് എന്താണ് ഡോക്ടേഴ്സ് പറഞ്ഞത്? ജിജിനോട്, അതായത് ലോഹകഷ്ണം അതിനുശേഷം വേദന കുറയാതെ വീണ്ടും, അതായത് കഴിഞ്ഞ നവംബർ 17 ഈ ശസ്ത്രക്രിയ നടക്കുന്നു. അതിനുശേഷം നിശ്ചിത കാലയളവിന് ശേഷം ഈ ശസ്ത്രക്രിയയുടെ വേദന കുറഞ്ഞ് ശരീരഭാഗം പഴയ രീതിയിൽ ജോലിക്ക് പോകാവുന്ന രീതിയിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ അത്തരത്തിൽ ശരീരം പഴയ രീതിയിലേക്ക് എത്തിയില്ല. ശരീരത്തിൽ എല്ലിന്റെ ഭാഗത്ത് ഗുരുതരമായ വേദനയും ഉണ്ടായിരുന്നു. ഈ വേദന മാറാതെ നിന്ന സാഹചര്യത്തിൽ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഈ ശരീരത്തിൽ എല്ലിന്റെ ഭാഗത്ത് ഈ ലോഹകഷ്ണമുണ്ട് എന്ന് കണ്ടെത്തിയത്. അതിനുശേഷമാണ് കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് ഈ ഡ്രില്ലിംഗ്, അതായത് ശസ്ത്രക്രിയ നടത്താൻ, എല്ലിൽ ഡ്രില്ല് ചെയ്ത് ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ആ ഡ്രില്ലിംഗ് മെഷീന്റെ ഒരു ഭാഗമാണ് ഒടിഞ്ഞ് എല്ലിന്റെ ഭാഗത്ത് കയറിയത്. എന്തായാലും അതിൽ ഇപ്പോൾ കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ഇത് എല്ലിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി അത് ആ ഡ്രില്ലിംഗ് മെഷീന്റെ ആ ലോഹ ഭാഗം എടുത്തു മാറ്റാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ ജിജിൻ ജോസ് തയ്യാറായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ തുടർ നടപടികൾ എങ്ങനെയാകും ഉമേഷ് ഈ വിഷയത്തിൽ? സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിൽക്കുമ്പോൾ ഡോക്ടർമാർ ഇത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ, അതായത് ഒരു സർക്കാർ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വാങ്ങാറാണ് സാധാരണഗതിയിൽ നടപടിക്രമം. ആ രീതിയിൽ ഇനി DMOയോടോ മറ്റോ കത്ത് നൽകും. ഇതിൽ ചികിത്സാ പിഴവ് ഏത് രീതിയിലാണ് ബാധിക്കുക എന്നുള്ളത് വിശദമാക്കി റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധ സമിതിയെ, ഒരു ഡോക്ടർമാരുടെ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് റിപ്പോർട്ട് നൽകിയതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ക്രിമിനൽ പ്രൊസീജിയർ അടക്കമുള്ള ആക്ട് ചുമത്തി ഡോക്ടർക്കെതിരെ ഒരു നിയമ നടപടിയിലേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അനുജ, തിരുവനന്തപുരം ജൂബിലി ആശുപത്രിക്കെതിരെയാണ് പരാതി വന്നിട്ടുള്ളത്. ശസ്ത്രക്രിയയ്ക്കിടെ ഡ്രില്ലിംഗ് മെഷീന്റെ ലോഹഭാഗം എല്ലിൽ തുളച്ചു കയറി, അത് എല്ലിനൊപ്പം ഇപ്പോൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പരാതി വന്നിരിക്കുന്നത് മലയൻകീഴ് സ്വദേശി ജിജിൻ ജോസിന്റെ ഭാഗത്തു നിന്നാണ്. പരാതി കൊടുത്തു. കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഉമേഷ് ബാലകൃഷ്ണൻ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.